പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം മുൻപേ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ കൊല്ലം ചടയമംഗലത്ത് ഒരു വധശ്രമ കേസിലെ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണ സംഘത്തിൽ പോലീസിനൊപ്പം ഗുണ്ടകളും. പ്രതിയെ പിടികൂടാൻ ഗുണ്ടകളുടെ സഹായം തേടിയ എസ്ഐക്ക് ഒടുവിൽ കിട്ടിയത് 8ന്റെ പണി. കൊട്ടാരക്കര ഡിവൈഎസ്പി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എസ്ഐ അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആളുമാറി ദളിത് യുവാവിനെയും ഭാര്യയെയും പിടികൂടി മർദ്ദിച്ച കേസിലാണ് എസ്ഐ മനോജിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. വധശ്രമക്കേസിലെ പ്രതിയെന്ന് കരുതി ദളിത് യുവാവായ സുരേഷിനെയും ഭാര്യയെയും പിടികൂടി ക്രൂരമായി മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. കൊല്ലം ചടയമംഗലത്ത് എസ്ഐ ആയിരിക്കെയാണ് മനോജ് ഗുണ്ടകളെയും കൂട്ടി പ്രതിയെ പിടിക്കാനിറങ്ങിയത്. ആളുമാറിയതാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സുരേഷ് ആവർത്തിച്ചു പറഞ്ഞിട്ടും എസ്ഐ മനോജ് ഇയാളെ വെറുതെ വിട്ടില്ല. സുരേഷിനെ മർദ്ദിച്ചെന്നും കൈകളിൽ വിലങ്ങിട്ട് കുനിച്ചു നിർത്തി ഇടിച്ചെന്നുമായിരുന്നു കുടുംബത്തിന്റെ പരാതി. സുരേഷിന്റെ ഭാര്യയെയും ഇവർ ആക്രമിച്ചിരുന്നു. ഒരു പോലീസുകാരനും 3 ഗുണ്ടകളുമാണ് എസ്ഐ മനോജിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ചടയമംഗലത്ത് ജോലി ചെയ്യുന്നതിനിടെ മേഖലയിലെ ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എസ്ഐ ഒടുവിൽ പ്രതികളെ പിടികൂടാനും ഗുണ്ടകളെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിനെ പിന്നീട് വീടിന് സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമക്കേസിൽ ഉൾപ്പെട്ട ആളല്ല സുരേഷ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചത്. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു. പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് സുരേഷിന്റെ ഭാര്യ ബിന്ദു നൽകിയ പരാതിയിൽ കൊല്ലം റൂറൽ എസ് പി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എസ്ഐ അടക്കം 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര.